ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. മനസ്സിലെ വേദന, മനസ്സിലുണ്ടാവുന്ന വലിയ ആഘാതങ്ങൾ, അത് മറക്കാൻ ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് അറിയാമോ? ഒരു നല്ല സ്ഥലത്തേക്കുള്ള യാത്ര, അല്ലെങ്കിൽ ലക്ഷ്യമൊന്നുമില്ലാത്തൊരു യാത്ര. നമ്മൾ എവിടെ എത്തിച്ചേരുന്നോ അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അങ്ങനെയുള്ള യാത്രകളുണ്ട്. പുതുതായി പരിചയപ്പെടുന്ന ഒരുപാട് മനുഷ്യർ, പുതുതായി നമ്മൾ രുചിക്കുന്ന ചില സ്വാദുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വേദനയെ, മനോവേദനയൊക്കെ അകറ്റി നിർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ യാത്ര എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടേണ്ട ഒരു കാര്യമാണ് എന്നതിൽ സംശയമില്ല. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ തുടങ്ങിയാണ്. ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒപ്പം മറ്റു പല വിശേഷങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ് വിത്ത് റൈഡിംഗ് റിപ്പോർട്ടർ. വെൽക്കം. ഇത് കർക്കിടക മാസമാണ്, നമുക്കറിയാം. ഇത് ദുരിതത്തിന്റെയും ആധികളുടെയും വ്യാധികളുടെയും ഒക്കെ മാസമാണ്, നമുക്കറിയാം. ഈ മാസത്തിൽ ആരോഗ്യ സംരക്ഷണം അതിപ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു നാടിന്റെ വ്യത്യസ്തമായ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ യാത്ര ചെയ്യുകയാണ് തൃശ്ശൂരിലെ 24 സംഘം. എങ്ങോട്ടാണെന്ന് ഒരു സംശയമുണ്ടാവും. അത് തൃശ്ശൂരിന്റെ ഗ്രാമഭംഗി ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് നല്ല നല്ല ദൃശ്യങ്ങൾ കാണുന്ന, നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന എരുമപ്പെട്ടി തളിയിലേക്കാണ് സൂരജ് സജി നമ്മളെ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നത്. കർക്കിടകം പിറന്നതോടെ നാലമ്പല ദർശനമൊക്കെയായി ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് കൂടിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്രയും ഒരു ക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂരിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ കണ്ട് എരുമപ്പെട്ടി തളിയിലെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഈ യാത്ര. പാലക്കാടിനെയും തൃശ്ശൂരിനെയും വേർതിരിക്കുന്ന മലനിരകൾക്കു കീഴെ 6 ഏക്കറിലധികം വിസ്തൃതിയിൽ ചേലൂർ ചിറ. കർക്കിടകപ്പെയ്ത്തിൽ മനോഹരിയായ ചിറക്കരികിൽ തലയെടുപ്പോടെ അന്തിമഹാകാളൻകാവ് ക്ഷേത്രം. തൃശ്ശൂരിന്റെ വശ്യതയാർന്ന ഗ്രാമഭംഗി. ആരോഗ്യ പരിചരണത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന മാസമാണ് കർക്കിടകം. അങ്ങനെ ഒരു നാടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ക്ഷേത്രം തന്നെ ഇടപെടുന്നു. ജാതി മതഭേദമന്യേ കർക്കിടകക്കഞ്ഞി ഒരുക്കിയുള്ള ആ മാതൃകയിലേക്കാണ്. ഒൻപത് വർഷം മുൻപാണ് ഒരു നാടിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കർക്കിടകക്കഞ്ഞി എന്ന ആശയത്തിലേക്ക് അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റി എത്തുന്നത്. 2015 മുതലാണ് തുടങ്ങിയത്. അന്ന് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ നടന്നു. ആ പ്രതിഷ്ഠ കഴിഞ്ഞ് ആ വർഷം തന്നെ നമ്മൾ വർഷക്കഞ്ഞി കൊടുത്തു. അപ്പോൾ അങ്ങനെ കാട്ടുപോയി ശേഖരിക്കാം വിചാരിച്ച് അങ്ങനെ കാട്ടുപോയി ശേഖരിച്ച് ആ വർഷം തന്നെ നമ്മൾ കൊടുത്തു. അന്ന് ഒരു 150-200 ആൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെയുള്ള വർഷങ്ങളിൽ അത് മെച്ചപ്പെടുത്തി ഈ ഒരു 500 ആൾക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് കൊടുക്കുക. കടകളിൽ നിന്ന് ആയുർവേദ മരുന്നുകൾ വാങ്ങുന്ന പതിവ് രീതി ഉപേക്ഷിച്ചു. പകരം വനത്തിൽ നിന്ന് തന്നെ മരുന്നുകൾ നേരിട്ട് ശേഖരിച്ചു. തീർത്തും തനിമ ചോരാതെ കർക്കിടകക്കഞ്ഞി സ്വന്തം നാടിന് വിളമ്പി. ഇല്ലിങ്കട്ടി, കുറുന്തോട്ടി, മുല്ല, നന്നാരി, പെരു, പുത്തിരിച്ചുണ്ട്, കുറുന്തോട്ടി, ഇടിഞ്ഞല്, അങ്ങനെയൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് കഴുകി കൊത്തി നുറുക്കി ഉണക്കി പൊടിക്കും. വനത്തിൽ നിന്ന് മരുന്നുകൾ ശേഖരിച്ച് ദിവസങ്ങളെടുത്ത് ഉണക്കിപ്പൊടിച്ച് അവ ചേർത്താണ് മരുന്നുകഞ്ഞി തയ്യാറാക്കുന്നത്. കർക്കിടകം പിറക്കുന്നതിന് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങും. ഔഷധങ്ങളെല്ലാം ഈ കാട്ടിൽ നിന്ന് കിട്ടുന്നത് ആവുന്നതും ഞങ്ങൾ കാട്ടിൽ നിന്ന് ശേഖരിക്കും. വേരുകളൊക്കെ കാട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാറ്. പിന്നെ അതിൽ ചേർക്കേണ്ട പലവ്യഞ്ജനങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ പൊടിപ്പിച്ച് മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ കടയിൽ നിന്ന് പൊടി മേടിച്ചിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് 9ാമത്തെ വർഷമാണ്. നമ്മുടെ കഞ്ഞി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മിത ചേച്ചി ഉണ്ട്. സ്മിത ചേച്ചി ഈ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു തരും. ചേച്ചി എങ്ങനെയാണ് ഈ കഞ്ഞിയുടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി? ഞങ്ങൾ കാട്ടിൽ പോയിട്ട് മരുന്നെല്ലാം പറിച്ച് കഴുകി ഉണക്കി കൊത്തി പൊടിച്ച് അതേപോലെ മരുന്ന് മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് പിന്നെ ഇപ്പം ഞങ്ങൾ 1.5 അരി അടുപ്പത്തിടും. ഉണങ്ങല്ലരിയാണ് ചേർക്കുന്നത്.
പിന്നെ 4 മണി 5 മണിയാകുമ്പോഴേക്ക് എല്ലാവരും വരും. 100-500 ആളോളം വരും. 40 കിലോ അരിയോളം ഇപ്പം ഞങ്ങൾ വെക്കുന്നുണ്ട്. നമ്മുടെ കഞ്ഞി അങ്ങനെ തയ്യാറായിട്ടുണ്ട്. എന്തായാലും കഞ്ഞി വാങ്ങാനുള്ള ആളുകളൊക്കെ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും. നമ്മളൊരു ദിവസം എത്ര ലിറ്റർ കഞ്ഞി ഉണ്ടാക്കും? എങ്ങനെ ഇതിൻ്റെ ഒരു വിതരണം? 30 കിലോനുള്ള കഞ്ഞി ഉണ്ടാക്കും. അത് ആൾക്കാരുടെ ക്രൗഡിനനുസരിച്ച് നമ്മളത് കൂട്ടും ചെയ്യും, വർദ്ധിപ്പിക്കും. ആളുകൾ വരാറുണ്ടോ? പിന്നെ 200, 300, 400 അതിൽ കൂടി ആൾക്കാർ വരും. നിരവധി പേരുടെ ദിവസങ്ങൾ നീണ്ട അധ്വാനത്തിന്റെ ഫലം ജാതിമത ഭേദമന്യേ സ്നേഹക്കഞ്ഞിയായി പകുത്തു നൽകും. അതിൽ ഈ കഞ്ഞി നമുക്കൊന്ന് രുചിച്ചു നോക്കാം. ഋഷിക കുടിച്ചു നോക്കി, എങ്ങനെയുണ്ട്? ചമ്മന്തി ഉണ്ട്, ചമ്മന്തി ഉണ്ട്. പ്രേക്ഷകരെ, കർക്കിടക മാസമാണ്. നിങ്ങൾക്കും ഈ കഞ്ഞി കുടിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് റഷീദ്ക്കാണ് ഈ കഞ്ഞി കുടിക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ റഷീദ്ക്കയോടും നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ അതാണ് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, അത് എവിടെ നിന്നാണ് ശേഖരിക്കുന്നത്, അതെങ്ങനെയാണ് പാകം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നു കഞ്ഞിയോട് അത്ര വിരോധമുണ്ടോ, കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്നൊക്കെയാണ് ഒരുപാട് പേർ പറയുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും പറയുന്നു അവസാനം കഞ്ഞി മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കറിയാം, കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്ന രീതിയിൽ കുറേ കമൻറ്റുകൾ കണ്ടു. അതെന്താ കഞ്ഞി അത്ര മോശമാണ്? ഞാൻ ഒരു കഞ്ഞി ഫാനാണ്. കഞ്ഞി ഗംഭീര ഭക്ഷണമാണ്. ഇത് മാത്രമല്ല, ഇത് സാധാരണ കഞ്ഞിയല്ല നമ്മളിപ്പോൾ കണ്ടത്, ഔഷധ കഞ്ഞിയാണ്. കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ കഞ്ഞിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അത് നമുക്കും ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കണം എന്ന കാര്യം ഇപ്പോൾ സൂരജ് സജിയുടെ റിപ്പോർട്ടിൽ നമ്മൾ പഠിച്ചും കഴിഞ്ഞു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ഒരു രക്തബന്ധത്തിന്റെ കഥ തേടിയാണ് അടുത്ത നമ്മുടെ യാത്ര. രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരാളുണ്ട് ചെന്നൈയിൽ. തൃശൂർ ചേലക്കര സ്വദേശിയും റെയിൽവേ ജീവനക്കാരനുമായ സന്തോഷ് ചേലക്കരയാണ് അയാൾ. സന്തോഷ് ചേലക്കരയുടെ വിശേഷങ്ങൾ കാണാം. എന്താണ് ഈ രക്തദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലക്ഷ്യം, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് അറിയുന്നത് പോലെ രക്തദാനം മഹാദാനം ആണ് നമുക്കറിയാം. മനീഷ് മൂത്തയുടെ റിപ്പോർട്ടാണ്. വണക്കം. ചെന്നൈയിലൊരു മലയാളിയെ പരിചയപ്പെടുത്താം. നമുക്ക് ചുറ്റും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ പ്രത്യേകതയുള്ള ഒരാളെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സന്തോഷ് ചേലക്കര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറയാം. അപ്പോഴേ നമ്മളിതാ സന്തോഷ് ചേലക്കരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പുള്ളി ഒരു റെയിൽവേ ജീവനക്കാരനാണ് കേട്ടോ. നമുക്ക് ഈ രക്തബന്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ ജനിച്ച ആളുകൾ, സിബ്ലിങ്സ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ രക്തബന്ധങ്ങൾ എന്ന് പറയാം. പക്ഷേ സന്തോഷ് ചേലക്കരയെ സംബന്ധിച്ച് ഒരുപാട് രക്തബന്ധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിൽ ഒരു രക്തദാനിയാണ് അദ്ദേഹം. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിലെ ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ് ഈ രക്തദാനം എന്ന് പറയുന്നത്. രക്തദാനം മഹാദാനം എന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എന്തായാലും അതാണ് സന്തോഷ് ചേലക്കരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെ ആർക്ക് രക്തം ആവശ്യമുണ്ടെങ്കിലും ആദ്യത്തെ വിളി എന്ന് പറയുന്നത് എപ്പോഴും ഇദ്ദേഹത്തിനായിരിക്കും. ഇദ്ദേഹമാണ് സന്തോഷ് ചേലക്കര. അപ്പോൾ നമുക്കിനി അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. എങ്ങനെയാണ് അദ്ദേഹം എത്തിയത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ സന്തോഷ് ചേലക്കര കഴിഞ്ഞൊരു 30 വർഷമായിട്ട് രക്തദാനം നടത്തുന്ന ഒരാളാണ്. രക്തദാനം മാത്രമല്ല, ആവശ്യക്കാർക്ക് രക്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ICFലെ ടെക്നീഷ്യനാണ്. മാത്രമല്ല തൃശ്ശൂർ ചേലക്കര സ്വദേശിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു കർമ്മ പദ്ധതിയിലേക്ക് അദ്ദേഹം എത്തിയത് എന്ന് നമുക്ക് അറിയണമല്ലോ. മേഖല ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണത്. കാരണം ചെറുപ്പത്തിൽ അമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ അമ്മയ്ക്ക്
യൂട്രസ് റിമൂവ് ഉണ്ടായിരുന്നു. അത് ഒരു 10 വയസ്സുള്ള സമയത്താണ് എനിക്ക് അങ്ങനെ അമ്മയ്ക്ക് യൂട്രസ് റിമൂവിങ്ങിൻ്റെ കാര്യം വന്നത്. അപ്പോൾ ബ്ലഡ് കിട്ടാത്ത അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു. അത് ഇന്നും ആലോചിക്കുമ്പോൾ ഒരു ദുഃഖമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് അപ്രൻറ്റീസ് ചെയ്യാൻ തുടങ്ങി. 95-96 കാലഘട്ടത്തിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ ICFൻ്റെ വന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യന് വേണ്ടിയിട്ട് ബ്ലഡ് വേണം, A പോസിറ്റീവ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ വന്നിച്ചു. ആദ്യം പോയി കൊടുത്തു. ഇന്ന് വരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. റെയിൽവേയിൽ ഓപ്പൺ ഹാർട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലാണ് റെയിൽവേ ഹോസ്പിറ്റൽ പെരമ്പൂർ. അപ്പോൾ അവിടെ എപ്പോഴും ആവശ്യകത കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും അവിടെ തന്നെ വരിക. എൻ്റെ കൂട്ടുകാരന്മാരത്ത് ഞാൻ ചോദിക്കും ഇതേപോലെ ബ്ലഡ് കൊടുക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ, അപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ ചോദിച്ചു വയ്ക്കും. അപ്പോൾ അവരെ ഞാൻ മെല്ലെ മെല്ലെ ഈ ബ്ലഡ് ഡൊണേഷനിലേക്ക് തുടങ്ങി. എൻ്റെ ആദ്യത്തെ കൂട്ടുകാരന്മാർ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ബാച്ചിലുള്ള ആളുകൾ തന്നെയായിരുന്നു. ചെന്നൈ യുവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഡ് ഡൊണേഷൻ ടീം, അതേപോലെ വുമൻസ് ബ്ലഡ് ഡൊണേഷൻ ടീം, അതേപോലെ ഫിബ്ഡോ എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങളും അംഗത്വമുണ്ട്. ബോംബെ പോസിറ്റീവ്, ബോംബെ നെഗറ്റീവ്, അതായത് OH പോസിറ്റീവ് OH നെഗറ്റീവ്. തമിഴ്നാട് ഫുള്ളായിട്ടും ഞാൻ റയറസ്റ്റ് ഗ്രൂപ്പാണ്, അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞത്. ഇത് മിക്കവാറും ഞങ്ങൾ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ സന്തോഷ് ചേലക്കരയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ OH പോസിറ്റീവ് എന്ന് പറയുന്ന വളരെ റെയറായിട്ടുള്ളൊരു ഗ്രൂപ്പ് ബ്ലഡ് അത് വിഴുപ്പുരത്ത് നിന്ന് ട്രിച്ചിയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം തിരക്കിട്ട് പോയി. അത് നേരത്തെ ബാംഗ്ലൂർ അറേഞ്ച് ചെയ്തതായിരുന്നു. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് അത് എത്താനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നപ്പോൾ അപ്പോൾ വിഴുപ്പുരത്ത് നിന്ന് അദ്ദേഹം അറേഞ്ച് ചെയ്തു. അതിന് ട്രിച്ചിയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി പോയതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്തരം ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ അഭിമാനം തന്നെ തോന്നുന്നു. എല്ലാവരും ഇങ്ങനെയുള്ള നന്മകളുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും മറ്റൊരു വിശേഷവുമായി റൈഡിംഗ് റിപ്പോർട്ടിൽ വീണ്ടും കാണാം. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. യെസ്, അപ്പോൾ അതാണ് സന്തോഷ് ചേലക്കരയുടെ വിശേഷങ്ങൾ. ഇതിനകത്ത് ഒരുപാട് ദിനേശ് ഹരിപ്പാട് പറയുന്നു, പ്രജിൻ ഞങ്ങൾ സൈനികരും നിരവധി തവണ രക്തം ദാനം ചെയ്യാറുണ്ട്, പക്ഷേ കണക്ക് വെക്കാറില്ല എന്ന് പറയുന്നു. അങ്ങനെ കണക്ക് വെക്കുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞത്. ഇത്തരത്തിൽ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയണം. അത് ഒരു മാതൃകയാണ്. മാത്രമല്ല ആർക്കെങ്കിലും ഇതുപോലെ വളരെ റയറായിട്ടുള്ള രക്തഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്ന ആൾ കൂടിയാണ് സന്തോഷ് ചേലക്കര, ചെന്നൈയിൽ പ്രത്യേകിച്ച്. അങ്ങനെ ഒരുപാടിടങ്ങളിൽ അത്തരം ആൾക്കാരുണ്ടാവും. അവരെല്ലാം നമ്മുടെ എന്താണ് പറയുക രക്തഗ്രൂപ്പിൻ്റെ ഭാഗവുമാണ്. ഇങ്ങനെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ പറയുന്ന NGOs ഉണ്ട്, ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവയിലൊക്കെ തന്നെ രക്തം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പറ്റുന്ന ആൾക്കാരാണിവർ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ദിനേശ് ഹരിപ്പാട് പറയുന്നത് പോലെ ഒരുപാട് പേർ അങ്ങനെ രക്തം ദാനം ചെയ്യാറുണ്ട് എന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയിക്കുക. ഒരു ചെറിയ ഇടവേള വരുന്നു. ഇടവേള കഴിഞ്ഞാൽ നമ്മളൊരു പാടശേഖരം കാണാൻ പോകും. അവിടെ ചില വിശേഷങ്ങളും കാഴ്ചകളുമുണ്ട്. കാണണ്ടേ? ആഫ്റ്റർ ദ ബ്രേക്ക്. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. അപൂർവ ഇനം സസ്യങ്ങളും പക്ഷികളും കൊണ്ട് സമ്പന്നമായൊരു സ്പോട്ടുണ്ട് ആലപ്പുഴയിൽ. പക്ഷികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരുടെ സ്വർഗം എന്ന് പറയാവുന്ന ചങ്ങരം പാടശേഖരമാണിത്. ചങ്ങരത്തെ വേണ്ട രീതിയിൽ പദ്ധതികൾ കൊണ്ടുവന്ന് ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത നമുക്ക് നേരിലൊന്ന് നോക്കാം. അപ്പോൾ നിതിൻ അംബുജന്റെ റിപ്പോർട്ടാണ് ഇനി. ചങ്ങരത്തേക്കാണ് അടുത്ത യാത്ര.
റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര എത്തിയിരിക്കുന്നത് എറണാകുളത്തിന്റെയും ആലപ്പുഴയുടെയും അതിർത്തിയായ അരൂർ കോടാംതുരുത്ത് ഗ്രാമത്തിലെ ചങ്ങരം പാടശേഖരത്താണ്. നല്ലൊരു വൈകുന്നേരം ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ ഇനി ചങ്ങരം പാടശേഖരത്തെ വിശേഷങ്ങൾ കാണാം. എറണാകുളം നഗരത്തിൽ നിന്ന് 1 മണിക്കൂർ സഞ്ചരിച്ചാലെത്താം ദേശാടന പക്ഷികളുടെ പറുദീസയായ ചങ്ങരത്തേക്ക്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വിശാലമായ പൊക്കാളിപ്പാടത്ത് മഴ മാറിയാൽ ദേശാടന പക്ഷികൾ പറന്നെത്തും. വൈവിധ്യമേറിയ പക്ഷികൾ വന്നെത്തുന്ന പ്രദേശമായി വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ പ്രധാന സ്പോട്ടുകളിലൊന്നാണ് എഴുപുന്നയിലെ ചങ്ങരം. ചങ്ങരത്തിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ദേശാടന പക്ഷികൾ തന്നെയാണ്. നമുക്ക് സീസൺ ടൈമിൽ നമ്മൾ പെലിക്കൻസ്, ഫ്ലമിംഗോസ് പോലത്തെ പക്ഷികൾ ഇഷ്ടംപോലെ ഇവിടെ കാണാൻ സാധിക്കും. പെലിക്കൻസ് ഞങ്ങൾ കഴിഞ്ഞ ഇയറിൽ ഏകദേശം 100 കണക്കിന് പെലിക്കൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ വർണ്ണക്കൊക്കുകൾ, പിന്നെ അതുതരം പലതരം റെയർ ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് മെയിനായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഇതാണ്. ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ക്രൗഡ് കൂടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ജോലിയിൽ നിന്ന് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനൊക്കെ വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയയാണ് ഇവിടെ. ചങ്ങരത്തിനടുത്തുള്ള ചെല്ലാനം വലിയപുഴി കായലിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത്. ചെറിയ ബോട്ടിലാണ് ഇനി നമ്മുടെ യാത്ര. പേരെങ്ങനെ ചേട്ടൻ? എൻ്റെ പേര് രാജു. ചേട്ടനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്? പള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. പള്ളിത്തോട്, അതായത് നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമല്ലേ? അത് തന്നെ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പുറമെ ആളുകളൊക്കെ വരാറുണ്ട് ഇങ്ങോട്ടേക്ക്? ഒത്തിരി ഗസ്റ്റുകൾ വരാറുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലാണ് ഇതല്ല, കൂടുതലും യൂസ് ചെയ്യണ ഒരു 30 സീറ്റിൻ്റെ ബോട്ടാണ് യൂസ് ചെയ്യണത്. ഈ ചെല്ലാനം വലിയപുഴി കായൽ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. തൊട്ടപ്പുറമുള്ള ഈ ഒരു പ്രദേശം അത് എറണാകുളം ജില്ലയുടെ പ്രദേശമാണ്. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് ഭാഗമാണ്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കാണാം. ചങ്ങരം പാടശേഖരത്തുന്നവർ നിർബന്ധമായും ഇതുപോലുള്ള ബോട്ടിൽ സഞ്ചരിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണണം. തുറവൂർ, ചെല്ലാനം, കുറ്റ്യാത്തോട് പഞ്ചായത്തുകൾക്കിടയിലാണ് ഈ അതിമനോഹരമായ വലിയപുഴി കായൽ. ഇതിലെ വൈകുന്നേരങ്ങളിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്, ശാന്തമാണ്, സുന്ദരമാണ്. ഒരു ഗംഭീര വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ട് കൂടിയാണ് ചങ്ങരം പാടശേഖരവും അതോടൊപ്പം തന്നെ വലിയപുഴി കായലും. ഇതുവഴിയുള്ള ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടതാണ് കുമ്പളങ്ങി നൈസിൽ സൗബിൻ ഷാഹിറും അതോടൊപ്പം ഷെയ്ൻ നിഗമും താമസിച്ച വീടാണിത്. ഇത് കാണുമ്പോൾ ഒറിജിനലായി തോന്നും, പക്ഷേ സംഭവം സെറ്റാണ്. വിവിധ കാലങ്ങളിലായി 210-ലധികം ഇനങ്ങളിൽപ്പെട്ട പക്ഷികൾ ചങ്ങരത്തെത്താറുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പക്ഷിസ്നേഹികളെ പോലും ആകർഷിക്കുന്ന ഇവിടം വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കണമെന്നാണ് ആവശ്യം. ചങ്ങരം ഒരു പക്ഷി സങ്കേതമാകുകയും അതിനോടൊപ്പം തന്നെയുള്ള പ്രദേശങ്ങൾ, അതായത് കുത്തിയതോടിലെ തഴുപ്പ് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ അവർക്കൊരു ചെല്ലാനം ഹാർബറുണ്ട്. എഴുപുന്നയിലാണെങ്കിൽ കാക്കത്തുരുത്ത് ദ്വീപ്, നീണ്ടകര എന്നീ പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ടൂറിസത്തിന് വളരെ പൊട്ടൻഷ്യലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് എഴുപുന്നയുടെ തന്നെ ഒരു സമഗ്രമായൊരു ടൂറിസം വികസനമാണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചങ്ങരം ട്രെൻഡായതോടെ നഗരത്തിരക്കുകൾ ഒഴിവാക്കി സായാഹ്നം ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ചങ്ങരത്തെ ഇഷ്ടപ്പെട്ടു വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം അപൂർവ സസ്യങ്ങളുടെ സ്വർഗ്ഗഭൂമിയെ മലിനമാക്കരുതെന്ന അഭ്യർത്ഥനയാണ് നാട്ടുകാർക്കുള്ളത്. VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി.
അപ്പോൾ എന്ത് രസമുള്ള കാഴ്ചകളാണല്ലേ. അപ്പോൾ അങ്ങോട്ടൊരു യാത്ര അത് മറക്കണ്ട, നമ്മുടെ ലിസ്റ്റിൽ വെച്ചോളൂ. അപ്പോൾ പെട്ടെന്നൊരു റിപ്പോർട്ടിലേക്ക് പോകാം നമുക്ക്. മലപ്പുറം തിരൂർ തെക്കേ കുറ്റൂരിൽ ഒരു കുട്ടി കർഷകനുണ്ട്. 13-കാരൻ മുഹമ്മദ് സിനാന്റെ കൃഷിയിടത്തിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടിലൂടെ അടുത്ത യാത്ര. പിതാവ് യൂനുസിനൊപ്പം ചെറുപ്രായത്തിലെ കൃഷിയിലേക്ക് ഇറങ്ങിയ കുട്ടി കർഷകന്റെ വിശേഷങ്ങൾ അറിയാം. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സിനാൻ എന്ന കുട്ടി കർഷകന് കൃഷി ഒരു കുട്ടിക്കളിയല്ല. പശു, കാള, പോത്ത്, മീന്, വെള്ളരി, കപ്പ, അങ്ങനെ എന്താന്ന് വെച്ചാ സിനാന്റെ കൃഷിയിടത്തിലുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഈ 13-കാരനെ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്ക് സിനാനൊക്കെ കണ്ട് സിനാനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് സിനാന്റെ കൃഷിയും ഒക്കെ ഒന്ന് കണ്ടുവന്നാലോ? അങ്ങനെ നമ്മൾ കുട്ടിക്കർഷകൻ സിനാന്റെ വീട് എത്തിയിരിക്കുകയാണ്. സിനാന, എന്താ പരിപാടി? പശുക്കൾക്ക് പുല്ലിട്ട് കൊടുക്കുക. ആണോ? എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യും? അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എല്ലാ ദിവസവും ചെയ്യും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. ഉപ്പാനെ സഹായിക്കണതോ ഇങ്ങനെ എല്ലാ ദിവസവും സിനാൻ തന്നെയാണ് ചെയ്യാ? ഉപ്പാനെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഞാൻ ചെയ്യും. പശുക്കൾക്ക് പുല്ലിട്ട് കൊടുക്കും, പശുക്കൾക്ക് വെള്ളം കാട്ടും, പശുക്കൾ കറക്കും. സിനാൻ തന്നെ കറക്കുക? ഉപ്പി ഞാനും കറക്കും. എത്ര പശുക്കളുണ്ട്? 9 എണ്ണം. 2 പശുക്കളും ബാക്കി കുട്ടികളും. മോനെങ്ങനെ പശുവിനൊക്കെ നല്ല ഇഷ്ടമാണോ? അങ്ങനെയാണ്? പശുവിന് നല്ല ഇഷ്ടമാണ്. താല്പര്യം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. 6 മണി 5:45 തോട്ടിൽ വരും. ചിലപ്പോൾ ഇപ്പം യാത്രയാണെങ്കിൽ ഞാൻ കറക്കും, അല്ലാണ്ടെങ്കിൽ ഇപ്പം ഇടയ്ക്ക് ഞാൻ സൊസൈറ്റി കൊണ്ടുപോയി. അല്ല ഇപ്പം ഉണ്ടാകുമ്പോൾ ഇപ്പം കൊണ്ടുപോകും. ഒരു ദിവസം എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും? ഒരു ദിവസം 10 ലിറ്ററിൻ്റെ മേലുണ്ടാവും. ഈ പശുവും പിന്നെ കാളയും പോത്തും മാത്രമല്ല, സിനാൻ വേറെയും ചില കൃഷികളുണ്ട്. എന്തൊക്കെയാ സിനാന, വേറെ എന്തൊക്കെയാ ഉള്ളത്? പയറ്, വെള്ളരി, വാഴ, കപ്പ, മത്തൻ, ചേമ്പ്, ചേന, വെച്ചില. ചുരുക്കി പറഞ്ഞ എല്ലാ കൃഷിയും ഉണ്ട് അല്ലേ? എപ്പോഴാ അപ്പൊ ഇങ്ങോട്ടൊക്കെ വരും? രാവിലെ പശുവിനൊക്കെ നോക്കണ്ടേ? പിന്നെ വൈകുന്നേരം വരും. ഇവിടെ ആരെങ്കിലൊക്കെ വന്ന് കൃഷി നശിപ്പിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ പന്നിയോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പന്നി ഉണ്ട്. പന്നി എന്താ ചെയ്യാ? പന്നി കപ്പ കേടെടുത്തുണ്ട്. പിന്നെ പച്ചക്കറിയിൽ കിടന്നൂറില്ല. ഇതിൻ്റെ കോഴിക്കോടാണ്. ഇതിൽ 10 കോഴികളുണ്ട്. ഈ കുട്ടികൾ ഇപ്പം അടുത്ത് വിരുന്ന് ഇറങ്ങിയതാണ്. 4 കുട്ടികളും ഒരു തള്ളയും. പച്ചക്കറി കൃഷിക്ക് പുറമെ വെറ്റില കൃഷി, മീൻ കൃഷിയുണ്ട്. പിന്നെ ഇത് കോങ്ങുമല് ഇങ്ങനത്തെ ഇതുമലാണ് പടർത്തുന്നത്. സിനാന് കൃഷി മാത്രമല്ല വേറെ ചില ഐറ്റംസ് സിനാന്റെ കയ്യിലുണ്ട്. ഇതാ,
പൊറോട്ട വൈകുന്നേരം 7 മണിക്ക് പോവും, പിന്നെ 9 മണിയാകുമ്പോഴത്തേന് കഴിയും. ഇപ്പോൾ 8 മാസമായി ബ്ലൂ ബെൽറ്റ് എത്തി. സിനാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാണ് ഇറങ്ങുന്നത്. അതായത് നടത്തം വെക്കുന്ന ടൈമിന് എൻ്റെ പിന്നാലെ അങ്ങനെ വന്ന് അങ്ങനെ കണ്ടുപിടിച്ചതാണ് സിനാന്. പഠിപ്പിച്ച് കൊടുത്തിട്ട് പഠിച്ചതല്ല, കണ്ടുപിടിച്ചതാണ്. സിനാൻ അവന്റെ ജോലിയൊക്കെ തീർത്ത് അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മളും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇതുപോലെയുള്ള നിരവധി കർഷകരുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ അഭിത്ത് കല്ലായിക്കും സുജിത്ത് വെട്ടത്തിനുമൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അപ്പോൾ സിനാൻ ആള് പൊളിയാണ്. മാതൃകയാക്കാൻ വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സിനാന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് കണ്ട് നമ്മളും ഒന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. അപ്പോൾ തിരൂരിൽ നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം ഒരുപാട് പുതിയ യാത്രകളും വിശേഷങ്ങളും കാഴ്ചകളുമായി കാണാം. അപ്പോൾ ബൈ. ഇനി പോലീസ് ഏറിയാണ് സുഹൈൽ മുഹമ്മദ് തയ്യാറായി നിൽക്കുന്നുണ്ട്. സുഹൈലിലേക്ക്.